തമിഴ്നാട്ടിൽ നിന്നുള്ള വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംഭവം തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലെ പൊത്താട്ടൂർ പെട്ടൈ എന്ന ഗ്രാമത്തിലാണ് നടന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 22 ഗണേശൻ എന്ന 56 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിക്കുകയായിരുന്നു. സർക്കാർ സ്കൂളിലെ ലാബ് അസിസ്റ്റൻ്റായി ജോലി ചെയ്തിരുന്ന ഇദ്ദേഹത്തിന് 2 ആൺമക്കളാണ്. പാമ്പ് കടിയേറ്റ് അദ്ദേഹം ആശുപത്രിയിലെത്തുമ്പോഴേക്കും മരണത്തിന് കീഴടങ്ങിയിരുന്നു. പിന്നീട് നടന്ന മക്കളുടെ പെരുമാറ്റത്തിലെ ചില അസ്വാഭാവികതകളാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിയാനുള്ള കാരണം. ഗണേശൻ 3 കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മക്കൾ നടത്തിയ അന്വേഷണവും അവർ കാണിച്ച ധൃതിയും ഇൻഷുറൻസ് കമ്പനിക്ക് സ്വാഭാവികമായും സംശയമുണ്ടാക്കി. അങ്ങനെയാണ് ഇതിനു മുൻപും ഒരു തവണ ഗണേശന് കാലിലാണെന്ന് പാമ്പ് കടിയേറ്റത്. അന്ന് അദ്ദേഹം മരണത്തിൽ രക്ഷപ്പെട്ടു. എന്നാൽ ഇത്തവണ മക്കൾ വളരെ ആസൂത്രിതമായി തന്നെ കഴുത്തിലാണ് പാമ്പ് കടിയേറ്റത്. മാത്രമല്ല, അദ്ദേഹം പാമ്പ് കടിയേറ്റ് ഇങ്ങനെ ജീവൻ മരണ പോരാട്ടത്തിലൂടെ കിടന്ന് പിടയുകയാണ് അദ്ദേഹം. ആ സമയത്ത് മക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. മരണം ഉറപ്പാക്കിയതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ 2 മക്കൾ മോഹൻരാജ്, അതുപോലെ ഹരിഹരൻ എന്നീ 2 മക്കൾ ഉൾപ്പെടെ പ്രശാന്ത്, ദിനകരൻ, നവീൻ കുമാർ, ബാലാജി തുടങ്ങിയ 4 വാടക കൊലയാളികൾ, പാമ്പിടുത്തക്കാരായിട്ടുള്ള 4 വാടക കൊലയാളികൾ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. എന്താണെങ്കിലും പണത്തിനും മറ്റു ആഡംബരങ്ങൾക്കും മുൻപിൽ ബന്ധങ്ങൾ ശിഥിലമാവുന്ന ഒരു കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വാർത്ത. നന്ദി, നമസ്കാരം.